പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ, ഓരോ ദിവസവും നമ്മളുടെ കണ്ണ് നിറയുന്ന രംഗങ്ങളല്ലേ നമ്മൾ കാണും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എല്ലും തോലുമായി പടച്ചവനെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോവുകയാ. വല്ലാത്ത പരിതാപകരമായൊരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പീരങ്കയും മിസൈലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിന്നവരാനവര്. എന്തെല്ലാം വർഷങ്ങളായി എല്ലാ ശക്തികൾ കൊണ്ട് പലമ്പോ അതിന്റെ മുമ്പിൽ പിടിച്ചു നിന്നവർ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ പടച്ചവരെ അവര് വല്ലാതെ പതറുകയാണ്. പടച്ചകളാണ് എന്റെ പ്രിയപ്പെട്ടവര്. അതാ ലോകം വല്ലാത്ത ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോകുന്ന ഒരവസ്ഥ, പിഞ്ചു കുട്ടികൾ വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ, ഓരോ കുഞ്ഞുങ്ങളുടെ രൂപം കാണുമ്പോ ഫേസ്ബുക്കിലും പടച്ചവനെ മൊബൈലുകളിലേക്ക് അതാ പിഞ്ചുമക്കളുടെ എല്ലും തോലുമുള്ള ശരീരം കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതാണ് അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതാണ് അവിടുന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഏതാ പട്ടിണി മരണമാണ് ലോകം കാണാൻ പോകുന്നത്. ഇനി പട്ടിണി മരണം ലോകം ഇന്ന് വരെ കാണാത്ത പട്ടിണി മരണമാണ് ലോകം കാണാൻ പോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോ അതാ ഉബൈദ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. അവിടെ ആ മനുഷ്യൻ പറയുകയാണ്, ഈ ജനതയുടെ ഈ പ്രതിസന്ധിയിൽ തിരിഞ്ഞു നോക്കാത്ത ഒറ്റ മുസ്ലിമിനെയും അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. പടച്ചവൻ നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ അതാ ഈജിപ്തുകാരിയായ സാറ എന്ന് പറയുന്ന ഒരു കാരുണ്യ പ്രവർത്തക, അതാ സാറ എന്ന് പറയുന്ന ഈജിപ്തുകാരിയായ മുസ്ലിമായ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ആ വാക്കങ്ങ് തറയ്ക്കുകയാണ്. ഗാസയിലെ ജനങ്ങൾ പിഞ്ചുമക്കൾ വീണ് മരിക്കുകയാണ്. അവര് പട്ടിണി കിടന്നു മരിക്കുകയാണ്. അവരെ സഹായിക്കാത്ത നിങ്ങളോട് അല്ലാഹു ചോദിക്കുമെന്ന് പടച്ചവനെ ഒരു മനുഷ്യനവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ വാർത്ത കേട്ടപ്പോ അതാ ഈജിപ്തുകാരിയായ സാറ എന്ന് പറയുന്ന മാതാ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാറ എന്ന് പറയുന്ന പെണ്ണിന്റെ ഉറക്കം കെടുകയാണ്. ഒരു രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ വായിക്കകത്ത് കൈവച്ചുകൊണ്ട് കരയുന്ന രംഗമാണ് കാണുന്നത്. പടച്ചവനെ, പ്രായമുള്ളവര് വിശന്ന് വീണ് മരിച്ചു പോവാണ്. സാറ എന്ന് പറയുന്ന പെണ്ണ് പറയുകയാ, സ്വപ്നം കണ്ട് കഴിഞ്ഞപ്പോ പടച്ചവനെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്നെ പിടിച്ചു നിർത്തുമല്ലോ. നാളെ ഫലസ്തീനിന്റെ ജനത പട്ടിണി കിടന്ന് മരിച്ചപ്പോ അവരെ സഹായിക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവേ നാളെ പരലോകത്ത് എന്നെ പിടിച്ചു നിർത്തുമല്ലോ. അവസാനം സാറ എന്ന് പറയുന്ന പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടലിന്റെ ചാരത്ത് പോവുകയാ. ഒരു കുപ്പിയെടുത്തിട്ട് ആ കുപ്പിക്കകത്ത് കുറച്ച് ധാന്യം അങ്ങിടുകയാണ്. കുറച്ച് ധാന്യമിട്ടിട്ട് ആ സഹോദരി ഒരു എഴുത്തെഴുതുകയാണ്. ഇത് സാറ എന്ന് പറയുന്ന ഞാനാണ് അയക്കുന്നത്. ഇത് ഗാസയിലെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുക്കുകയാ. അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുത്തു. ഇതാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ പടച്ചവനെ നിങ്ങൾ എന്നെ ഒന്നറിയിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത്. സാറ എന്ന് പറയുന്ന ഈജിപ്തുകാരിയായ സഹോദരി അല്ലാഹുവേ കഥാ കുപ്പിക്കകത്ത് ധാന്യങ്ങൾ നിറച്ച് എഴുത്തുമെഴുതി ഫോൺ നമ്പരും എഴുതി അതാ കടലിന്റെ തിരമാലകളിലേക്ക് അല്ലാഹുവിനെ അങ്ങ് പരമേൽപ്പിക്കുകയാണ്. പടച്ചറപ്പിന്റെ കയ്യിൽ അങ്ങ് പരമേൽപ്പിച്ചടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി പറയുകയാണ്, 3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാ. അൽഹംദുലില്ലാഹ്, ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു മറുപടി കിട്ടിയിരിക്കുകയാണ്. സാറ എന്ന് പറയുന്ന പെണ്ണ് പറയുന്നു, നിങ്ങളയച്ച ആഹാര സാധനങ്ങള് ഞങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിർത്തൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈജിപ്തുകാരായ ജനങ്ങളുണ്ടല്ലോ, ആ കുപ്പിക്കകത്ത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ചിട്ട് കടലിന്റെ തിരമാലയിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പരമേൽപ്പിക്കുകയാ.
70 മണിക്കൂർ കഴിയുമ്പോ ആ കടലിന്റെ തിരമാല കൊണ്ടുവന്നിട്ട് ഗാസ എന്ന് പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന കടലിന്റെ ഓരത്ത് വന്ന് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ പാവപ്പെട്ടവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന വാർത്തകൾ ഞാനും നിങ്ങളും വായിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാണോ പടച്ച റബ്ബ് പറഞ്ഞത്? ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചു കഴിഞ്ഞാ അവനെ പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂല. അവനെ പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, من حيث لا يحتسب ومن يتوكل على الله. ഏതെങ്കിലും ഒരു മനുഷ്യനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവനവനെ കൈവിടാറില്ലടോ. ഏതെല്ലാം വഴിയിലൂടെ പടച്ചവനവനെ സഹായിക്കാൻ കഴിയുമോ, നീയൊക്കെ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു അവരെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത് ഈ തവക്കലായിരുന്നു. ഈ അല്ലാഹുവിൽ പരമേൽപ്പിച്ച ഒരുപാട് പേരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കടോ. ചരിത്രം പഠിപ്പിക്കുകയാണ്. ഫിർഔൻ എന്ന് പറയുന്ന കാട്ടാളനായ ഭരണാധികാരിയുണ്ടല്ലോ, ആൺകുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ, ആൺകുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ അവനെ പടച്ചവനെ കളയുകയാണ്. 70,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഫിർഔനിന്റെ അനുയായികൾ അവിടുന്ന് കൊന്നുകളഞ്ഞത്. ഓരോ പെണ്ണുങ്ങൾ ഗർഭിണിയായാൽ ആ ഗർഭിണികളായ പെണ്ണുങ്ങളുടെ വീട്ടില് ഫിർഔനിന്റെ ആൾക്കാര് കടന്നു ചെല്ലുകയാ പരിപാലിക്കാൻ. ആ ഗർഭിണിയായ പെണ്ണിനെ പരിപാലിക്കാൻ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്നാളെ പറഞ്ഞു വിടുകയാണ്. പ്രസവിക്കുന്നത് ആൺകുഞ്ഞായാൽ പടച്ചവനെ അറിയിക്കണം, അതിനെ കൊന്നുകളയുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഗർഭിണിയായിരിക്കുകയാണ്. ആ ഗർഭിണിയായ മൂസാ നബിയുടെ ഉമ്മയുടെ ചാരത്തതാ കൊട്ടാരത്തിൽ നിന്ന് അതാ ഒരു പെണ്ണ് കടന്നു വരികയാണ്. പടച്ചവനെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, മൂസാ നബി ലോകത്തേക്ക് കടന്നു വന്നു. ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തെ പ്രകാശമുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു ഈമാനികമായിട്ടുള്ള ചൈതന്യമുണ്ടല്ലോ, അത് കണ്ടപ്പോഴാ പെണ്ണിന്റെ മനസ്സു മാറുകയാണ്. ആ കുഞ്ഞിനെ കൊല്ലാൻ ആ പെണ്ണിന് മനസ്സ് വരുന്നില്ല. പല പ്രാവശ്യവും കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ചരിത്രം പറയുന്നത് അടുപ്പിനകത്ത് പോലും അവിടെ നിന്ന് മൂസാ നബി എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. പടച്ച റബ്ബിന്റെ കൽപ്പന വന്നപ്പോ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച തന്റെ പാൽ കുടിക്കുന്ന പൊന്നാര മകന് ആ ഉമ്മ ഒരു പെട്ടിക്കകത്താക്കിയിട്ട് അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് അതാ ഒഴുകുന്ന നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിലാണ് ആ പൊന്നുമോന് ആ ഒഴുകുന്ന വെള്ളത്തിന്റെ അകത്ത് പെട്ടിയിലാക്കിയിട്ട് അവിടെ അതാ ഒഴുക്കി വിടുന്നത്. നമ്മൾ ചരിത്രം പഠിച്ചവരല്ലേ. ആ കുഞ്ഞിനെ ഇങ്ങനെ തിരമാലകൾ തലോടി തലോടി ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയാ. ആസിയാ ബീവിയുടെ കണ്ണിൽ പെടുകയാണ്. ആൺകുട്ടികളില്ലാത്ത ആസിയായും ഫിർഔനും അവസാനം ആ കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാ. ആ കൊട്ടാരത്തിന്റെ അകത്താണ് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വളർന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ആ ഉമ്മയുടെ തവക്കലാ. ആ ഉമ്മ അല്ലാഹുവിൽ ഏൽപ്പിച്ച ഒരു പരമേൽപ്പിക്കലുണ്ടല്ലോ, പടച്ച റബ്ബ് ഒരിക്കലും എന്നെ കൈവിടൂല. ആ ഒരു വല്ലാത്ത ഒരു തവക്കല്, അതാണ് പടച്ചവനെ എല്ലാ 70,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ഫിർഔന്
ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വളർന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസമാണോ? ഇത് വല്ലാത്ത അചഞ്ചലീയമായ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങൾ പഠിച്ചവരാ. എടോ, കരയും കടലുമെല്ലാം ആകാശം വരെ പടച്ചവനെ കവാടങ്ങൾ തുറന്നുകൊണ്ട് സഹായിച്ച എത്രയോ ചരിത്രങ്ങൾ കാണാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, കര സഹായിച്ച ചരിത്രമുണ്ടല്ലോ, ആകാശത്ത് നിന്ന് സഹായം ഇറങ്ങി വന്ന ചരിത്രമുണ്ടല്ലോ, കടല് സഹായിച്ച ചരിത്രമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ അതാ പടച്ചവനെ, അതാ ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം കിതാബിൽ കാണാം. ബനു ഇസ്രായേൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ. ഒരാളെടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് 1000 ദിർഹം കടം വേണം, എനിക്ക് 1000 ദിർഹം കടം വേണം. പടച്ചവനെ, കടം ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ആരാണ് നിനക്കാരാണ് സാക്ഷി നിൽക്കുന്നത്? 1000 ദിർഹം നീ എന്നോട് കടം ചോദിക്കുന്നല്ലോ, ഞാൻ നിനക്ക് 1000 ദിർഹം തരാം. ആരാണ് നിനക്ക് അതാ സാക്ഷി നിൽക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കഫാ ബില്ലാഹി ഷഹീദാ. 1000 ദിർഹം കടം ചോദിച്ച ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന് അതാ നിന്നോട് ചോദിക്കുന്ന പൈസ നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ നിനക്കാരാണ് സാക്ഷി നിൽക്കുന്നത്? ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, കഫാ ബില്ലാഹി ഷഹീദാ. എനിക്ക് സാക്ഷി നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും പരിപാലിക്കുന്ന പടച്ചറപ്പാ, ആ അല്ലാഹുവിനെയാണ് ഞാൻ അവിടെ നിന്ന് സാക്ഷി നിർത്തുന്നത്. ആ മനുഷ്യൻ ചോദിച്ചു, ആരാണ് ജാമ്യം നിൽക്കുന്നത്? അല്ലാഹുവിനെ നീ സാക്ഷിയാക്കിയല്ലോ, അല്ലാഹുവിനെ നീ സാക്ഷിയാക്കിയല്ലോ, എന്നാൽ ആരാണ് ജാമ്യം നിൽക്കുന്നത്? ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, കഫാ ബില്ലാഹി കഫീലാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബിനെ ഞാൻ ജാമ്യം നിർത്തുകയാ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പടച്ചറബിനെ ജാമ്യം നിർത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ 1000 ദിർഹം അവിടെ നിന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് കൊടുക്കുകയാണ്. പടച്ചവനെ, അതാ ഞാനൊരു യാത്ര പോവുകയാണ്, ഇന്ന ദിവസം ഈ കപ്പൽ ഇവിടേക്ക് മടങ്ങി വരുന്ന ദിവസം നിന്റെ പൈസ ഞാൻ തരാമെന്ന് ഉറപ്പോടെ ആ മനുഷ്യനത് വാങ്ങിച്ചിട്ട് യാത്രയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം 1000 ദിർഹം വാങ്ങിച്ചു കൊണ്ടുപോയ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി, കപ്പൽ കയറുന്നതിന് വേണ്ടി കടലിന്റെ പരിസരത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനന്ന് കപ്പൽ കിട്ടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് തിരിച്ചു വരാനുള്ള കപ്പലന്ന് ലഭിച്ചില്ല. ആ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. പടച്ചവരെ, ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, എന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ, എന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ, പടച്ചവനെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അവസാനം ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? അതാ ഒരു തടി കഷ്ടമെടുക്കുകയാ, അവിടെ നിന്നൊരു തടി കഷ്ടമെടുക്കുകയാണ്. ഒരു തടിയെടുത്തിട്ട് അത് അല്പം അങ്ങ് മുറിച്ചു മാറ്റുകയാണ്, അതിനകത്തൊരു ദ്വാരമുണ്ടാക്കുകയാണ്. എന്നിട്ട് 1000 ദിർഹം ഭദ്രമായ രീതിയിൽ ആ തടിയുടെ ഉള്ളിലേക്ക് അങ്ങ് വെക്കുകയാണ്. അതിനകത്തൊരു പേപ്പർ എഴുതി വെച്ചടോ, ഒരു കത്തെഴുതി വെച്ചിട്ട് ആ മനുഷ്യൻ, അല്ലാഹുവേ, ആ തടിക്കുള്ളിലേക്ക് 1000 ദിർഹം അവിടെ നിന്ന് വെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന് ഭദ്രമായ രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ, അത് ഭദ്രമായ രീതിയിൽ അവിടെ നിന്ന് പടച്ചവനെ എല്ലാം കെട്ടിയങ്ങ് റെഡിയാക്കുകയാണ്. എന്നിട്ട് ആ തടി കഷ്ടമെടുത്തുകൊണ്ട് കടലിന്റെ ചാരത്ത് ചെന്നിട്ട് ആ മനുഷ്യന് പടച്ചറബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഇന്നക തഅലമുന്നി. ആ മനുഷ്യൻ പടച്ചവനോട് പറയുന്നു, അല്ലാഹ്, നിന്നെ ജാമ്യം നിർത്തിയിട്ട് അല്ലാഹുവേ, 1000 ദിർഹമിന്റെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങി റബ്ബേ, ഇന്ന് കൊണ്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആ മനുഷ്യൻ എന്നെയും പ്രതീക്ഷിച്ച് കരയിൽ വന്ന് നിൽക്കുന്നു. അല്ലാഹ്, ഇത് നിന്നെ ഏൽപ്പിക്കുകയാ പടച്ചവനെ, ആ മനുഷ്യന്റെ കയ്യിൽ എത്തിക്കണേ അല്ലാഹ്.
ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യനവിടുന്ന് ദുആ ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെടുത്ത് കടലിലേക്ക് ആ തടിയിടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞടോ, കപ്പൽ വരുന്നതും കാത്ത് കരയിൽ വന്ന് കാത്തു നിൽക്കുകയാ. തന്റെ 1000 ദിർഹം കടം കൊടുത്തത് തിരിച്ചു പോകാൻ ആ മനുഷ്യൻ ഇങ്ങനെ കടലോരത്ത് കാത്തിരിക്കുമ്പോ കപ്പല് കാണുന്നില്ല. എന്നാ തന്റെ മുമ്പിലേക്ക് ഒരു വിറകിന്റെ കഷ്ടം ഇങ്ങനെ വരികയാണ്. ഒരു തടിക്കഷ്ടം തന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കരയിലേക്ക് തിരമാലകൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വിറക് ആവശ്യമുണ്ടല്ലോ. ആ മനുഷ്യൻ അതെടുത്തു കൊണ്ടുപോയി തന്റെ വീട്ടിൽ കൊണ്ടുപോയി വെട്ടിയേക്കുമ്പോ സുബ്ഹാനല്ലാഹ് 1000 ദിർഹമും ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന എഴുത്തും അതിനകത്തിരിക്കുകയാ. അവിടെ നിന്ന് വായിച്ചു നോക്കിയടോ, അല്ലാഹുവിനെ സാക്ഷിയാക്കിയതല്ലേ, അല്ലാഹുവിനെ അതാ ജാമ്യം നിർത്തിയതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു ആ മനുഷ്യന് യാത്ര കഴിഞ്ഞു മടങ്ങി വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആ അയച്ച പൈസ കിട്ടിയെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ 2025 ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളുടെ മുമ്പിൽ പടച്ചവന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ തടിക്കഷ്ടത്തിനകത്ത് 1000 ദിർഹം വെച്ചിട്ട് വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ട കഥ പറയുമ്പോ നിങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കാൻ വല്ലാത്ത മടിയാണ്. ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവരുണ്ടോ? ഇതൊക്കെ ചുമ്മാതെ ഉസ്താദന്മാരെ തെള്ളുന്നതാണെന്ന് പറയുന്നവര് എന്തിനാ 1400 കൊല്ലം മുമ്പേക്ക് കടന്നു പോകുന്നത്? ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് എന്താണ്? സഹോദരങ്ങളെ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാള് 1000 രൂപ കടം വാങ്ങി. ചോദിച്ചു, ആരാ ചങ്ങാതി ജാമ്യം നിൽക്കണേ? ആരാ സാക്ഷി വേണമല്ലോ, നിനക്ക് 1000 രൂപ. ഇപ്പം പറഞ്ഞു, അല്ലാഹ് ഉണ്ട്, കഫാ ബില്ലാഹി ഷഹീദ, എന്റെ റബ്ബുണ്ട് സാക്ഷി. ജാമ്യം അതും അല്ലാഹ് തന്നെ ഉണ്ട്. ഇന്ന ദിവസം ഈ കപ്പല് തിരിച്ചു മടങ്ങി വരുന്ന ദിവസം ഞാൻ നിനക്ക് തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 1000 ദിർഹം വാങ്ങിച്ച ചങ്ങാതി പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. യാത്ര തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി വന്ന് കപ്പൽ ആ മനുഷ്യന് കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, പൈസ ഉണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ അല്ലാഹ്, ഇനി എന്താപ്പ ചെയ്യാ? ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ആ തടിക്കകത്തൊരു ധാരമുണ്ടാക്കിയിട്ട് 1000 ദിർഹം അതിനകത്ത് സൂക്ഷിച്ചു. ഒരു എഴുത്തും എഴുതി വെച്ചു. ഭദ്രമായ രീതിയിൽ ആ തടിക്കുള്ളിൽ നിറച്ചു വെച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു, പടച്ചവനെ, എന്നെയും കാത്ത മനുഷ്യന് കടലോരത്തുണ്ടാകും, അദ്ദേഹത്തിന്റെ കയ്യിൽ നീ എത്തിക്കണം പടച്ചവനെ. അത് എത്തിയിടും. ഇത് പറയുമ്പോൾ നമ്മളിൽ പലർക്കും വിശ്വാസമില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്ക്. ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കുപ്പിക്കകത്ത് നിറച്ചിട്ട് കടലിൽ ഇടുന്നില്ലേ തവക്കൽതു അലല്ലാഹ്? എത്തുന്ന വാർത്തകളും വീഡിയോകളും നമ്മൾ കാണുന്നവരല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവരെ കുറിച്ച് ഓർക്കണമടോ. ആ ഫലസ്തീനിലെ ജനതകൾ അവരുടെ വീടുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കുടിക്കാനുള്ള വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ഇമാമ് പറയുകയാണ്, വിശപ്പ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റണില്ല, നിങ്ങൾക്കത് കേൾക്കാൻ നമുക്ക് നമസ്കരിക്കാമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ആവശ്യത്തിന് തരുന്നുണ്ട്, തിന്നാനും കുടിക്കാനും. നമുക്കതൊന്നും തിരിയണില്ല. പട്ടിണി കിടക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ പട്ടിണി എന്താന്ന് പോലും നമുക്കറിയില്ല. പണ്ടൊക്കെ എല്ലാവരും പട്ടിണി കിടന്ന കഥയൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നല്ലതുപോലെ പട്ടിണി കിടന്നിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പട്ടിണി കിടന്നിട്ടുണ്ടോ ഉസ്താദെ? ഞാൻ കിടന്നിട്ടുണ്ടെന്ന് പറയും നമ്മൾ. സത്യത്തിൽ പട്ടിണി എന്താണെന്നറിയും? ഇത് യഥാർത്ഥത്തിൽ പട്ടിണി എന്താ നമുക്കറിയില്ല. പട്ടിണി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ച ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഷേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷം കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇല പറിച്ചു കഴിച്ചു എന്നാ. നമ്മളാരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ട്? നമ്മൾ തിന്നും. മട്ടൻ മന്തി അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. ആ തിന്ന ശീലമേ നമുക്കുള്ളൂ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് ഫാത്തിമ ബീവിയുടെ ചരിത്രം പഠിക്കണം നിങ്ങളെ. ഫാത്തിമ ബീവി തന്റെ പൊന്നാര മക്കള് കരയുന്നുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, ദേഷ്യപ്പെട്ടു, ഫാത്തിമ പാല് കൊടുക്കും മക്കൾക്ക്, കുട്ടികൾക്ക് പാല് കൊടുക്ക്. നബിതങ്ങൾ പള്ളിക്കകത്തിരുന്ന് സഹാബത്തിനോട് സംസാരിക്കുക. കുട്ടിയുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുന്നു. വീണ്ടും നബിതങ്ങൾ പറഞ്ഞു. അവസാനം നബിതങ്ങൾക്ക് ദേഷ്യം വന്നു അത്രേ. ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ മുമ്പിൽ ദേഷ്യത്തോടു കൂടി പോയി കിടക്കുമ്പോൾ നമ്മൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഫാത്തിമ ബീബിയുടെ മാറിടത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞു എന്നാ. പട്ടിണി കിടന്നിട്ട് തിന്നാനില്ലാതെ പാല് പറ്റിയിട്ട്.
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ഈ പാവങ്ങളൊക്കെ ഓർക്കണം. അൽഹംദുലില്ലാ, ഇപ്പൊ ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ബ്ലോക്ക് തന്നെ വളരെ പ്രയാസപ്പെടുന്ന രോഗികളായി കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് ഇവിടുന്ന് പറയുണ്ടായി. ആരായാലും നമുക്കറിയാം, കൈകാലുകൾ അനക്കാൻ പോലും കഴിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇവിടെ അടുത്തൊരു ഭാഗത്ത്, ഞാൻ നിലമ്പൂർ ഭാഗത്തൊരു വഴുതിന് പോയി. വഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് സുഖമില്ലാത്ത മക്കളുണ്ട്, ഉസ്താദ് ഒന്ന് കണ്ടിട്ട് പോകണം. രാത്രി 12-1 മണിയായി, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. ആ ഉമ്മയുടെ ആ ഒരു സങ്കടം കേട്ടപ്പോൾ എന്നാ പിന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചങ്ങ് നടന്നു. അടുത്താന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നടന്നു. ഒത്തിരി ദൂരം നടക്കണമായിരുന്നു. നടന്നു ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ 3 കസേര നിരത്തിയിട്ടിരിക്കുന്നു. 3 ആൺകുട്ടികൾ. അള്ളാഹുവെ, തല പോലും നേരെ വെക്കാൻ കഴിയാതെ കയ്യും കാലും വല്ലാത്തൊരവസ്ഥയിൽ പിടിച്ച് അള്ളാഹു ആ മക്കൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിപരമായി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ബ്ലോക്ക് തന്നെ അൽഹംദുലില്ലാ ഇവിടെ പണിയാൻ പോകുന്നു എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു കാര്യം പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ല മതി അവൻ അല്ല മതി. ഈ പറഞ്ഞതിന് അർത്ഥം എന്താ? സിറാജ് ഉസ്താദ് അപ്പോൾ സുഖമില്ലെങ്കിൽ ആശുപത്രിയിലൊന്നും പോകണ്ട, എല്ലാം അള്ളാനെ ഏൽപ്പിച്ചിരുന്നാൽ മതിയോ? അങ്ങനെ ഒരു അർത്ഥം നിങ്ങൾ കാണരുത്. ഒരിക്കലും അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു രോഗം അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ മരുന്നും അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു രോഗത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ ചികിത്സിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്, മുത്തുനബിയുടെ സുന്നത്ത. അള്ളാഹു നമുക്ക് ആ സുന്നത്ത് പിൻപറ്റാൻ ഭാഗ്യം തരുമാറാകട്ടെ. രോഗങ്ങൾ വന്നു, അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചികിത്സകളും കാര്യങ്ങളും ചെയ്യണം. അതാണ് തവക്കൽ എന്ന് പറയുന്നത്. നബിതങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കലേൽപ്പിക്കണോ അതോ അഴിച്ചു വിട്ടിട്ട് തവക്കലേൽപ്പിക്കണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞത് അതിനെ കെട്ടിയിട്ടിട്ട് തവക്കലേൽപ്പിക്കാനാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പരമേൽപ്പിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇന്ന് ചൂഷണങ്ങളുടെ കാലമാണ്. ഭാര്യ ഗർഭിണിയായ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ആ ഭാര്യ കൊണ്ടുപോകാതിരുന്നപ്പോൾ ഉണ്ടായ നഷ്ടം എന്താ? ഇപ്പം അകത്ത് കിടക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എല്ലാം അടച്ചാക്ഷേപിക്കലോ കളയലോ അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അള്ളാഹുവെ, ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, പടച്ചോനെ നീ ഖൈറിലാക്കണം അല്ലാ. ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, അള്ളാഹു നീ ഖൈറിലാക്കണം അല്ലാ. വീടിൻ്റെ പണി തുടങ്ങാൻ പോകുന്നു, പടച്ചോനെ നീ ഖൈറിലാക്കണം അല്ലാ. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാപനം പണിയുന്നു, വേണമെങ്കിൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കള്, ഉസ്താദ് വാപ്പാടെ മക്കളല്ലേ, ആ മക്കൾക്ക് 2 പേർക്കും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറ്റിയടിക്കാം. എന്തിനാണ് അഹ്ലു ബൈത്തിനെ പരിഗണിക്കുന്നത്? എന്തിനായി തങ്ങന്മാരെ പരിഗണിക്കുന്നത്? അതൊരു ബറക്കത്താണോ? അവരുടെ കൈകൊണ്ട് തൊടുമ്പോൾ അതിനൊരു വല്ലാത്ത ബറക്കത്താ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. അല്ലാഹുവിലേക്ക്. ഞാൻ ചോദിച്ചു, ഉസ്താദ് പിരിക്കോ വല്ലതും വേണോ, പിരിവല്ലോ ഉണ്ടോ? അത് അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഉസ്താദ്, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പിരിവിന്റെ കാര്യം ചോദിക്കും, അതൊക്കെ അവർക്ക് അറിയാം. അല്ലാഹു നടത്തി തരും, പടച്ചറബ് നടത്തി തരും. അതൊരു ചിന്തയാടോ വല്ലാത്തത്. ഒരുപാട് സമ്പന്നന്മാർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ അല്ലാഹു കുറച്ച് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന മക്കളുണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ. അത്തിപ്പറ്റ എന്ന് പറയുന്ന ഈ ഒരു ഫതവുൽ ഫതാഹ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണത്തിനൊരു കുറവുമില്ല. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം അതെവിടുന്ന്? അത് അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാ, ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറ. ഇതറിയോ എടോ, അള്ളാഹു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റേപ്പാ, ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റേ. ഇത്തിരി മുന്നോട്ട് കയറിയിരുന്നു, അരമണിക്കൂറല്ലേ ഉള്ളൂ. ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. പെട്ടെന്ന് നിർത്തിയേക്കാം, പെട്ടെന്ന് കയറിയിരുന്നു. കാലിന്റെ വേദന തുടങ്ങി, ഇരുന്ന് പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കണതന്നെ. ഒന്ന് കയറിയിരുന്നു. ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي
لم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاسد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ഈ 10 സ്വഹാബികളുടെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ മജ്ലിസിലെ ദുആയിക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിലെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരാളെയും വെറും കയ്യോടെ നീ ഇവിടെ നിന്ന് മടക്കല്ലേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും മാസത്തിൽ ഒരിക്കൽ ഇത്തിരി പൈസ കിട്ടുന്നതല്ല ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നിലനിന്ന് കിട്ടണം. ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ജോലിയാണെങ്കിലും എന്തുമാകട്ടെ, അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരാൾക്ക് വീടുണ്ട്, പണമുണ്ട്, കാറുണ്ട്, അധികാരമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊട്ടാരം പോലെയുള്ള വീടുണ്ട്. ആ മനുഷ്യൻ ആരോഗ്യമില്ല. ഇത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ആവശ്യത്തിന് പൈസ ഉണ്ട്, നിനക്കൊരു മട്ടൻ മന്തി പോലും തിന്നാൻ പറ്റത്തില്ല, പിന്നെ പൈസ കൊണ്ട് കാര്യമുണ്ടോ? എടോ, അള്ളാഹു നമുക്കെല്ലാം തന്ന നിഅമത്ത് നിലനിൽക്കണം. ആരോഗ്യമാകട്ടെ എന്തുമാകട്ടെ, അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. നിനക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുന്ന കാലം വരെ നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത്, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? നിന്റെ ആരോഗ്യം നിലനിൽക്കണോ? നിന്റെ സമ്പത്ത് നിലനിൽക്കണോ? നിന്റെ ജോലി നിലനിൽക്കണോ? നിന്റെ ആരോഗ്യം നിലനിൽക്കണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? അല്ല തന്ന നല്ല കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഞാനൊരു ദുആ പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇതപ്പോ അരക്കയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, നല്ല പൊക്കറോ. ചിലര് പറയുന്നത് ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാം, അത് നിങ്ങളുടെ ഇഷ്ടം. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. എന്നും കൈ ഉയർന്നു നിൽക്കുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണ റഹ്മാനെ. ഒരു നല്ല കാര്യം പറഞ്ഞു തരട്ടെ, ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ആരാണോ ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എന്താ വേണോന്ന് വെച്ചാ ചക്ക? വേണോന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ല, മാഷാ അല്ലാഹയും വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുകയല്ല, അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു നല്ല കാര്യം പറയുന്നുണ്ട്. ഈ നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ പറയാൻ തയ്യാറായാൽ അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു അധ്യായം പാരായണം ചെയ്യാറില്ലേ? അതിന്റെ മഹത്വം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഒരാൾ ആ സൂറത്ത് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഓൻ സേഫായി എന്ന് അതിനർത്ഥം. ഒരു വെള്ളിയാഴ്ച ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ സർവ്വകാര്യം അല്ലാഹ് നോക്കിക്കോളും. നീ പേടിക്കണ്ട, നീ സേഫായി. നിനക്ക് ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ എന്തും അള്ളാഹു എല്ലാം തട്ടിമാറ്റി തരും. അതാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത. 13 പ്രത്യേകതയുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആൾക്ക്. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ വായിച്ച ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. ഞാൻ പഠിച്ച ഒരു അറിവ് വെച്ച് ഞാൻ വായിച്ചതാണ്. 13ഓളം പ്രതിഫലമുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഒരാൾക്ക്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ്, അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാഴ്ച നീ സേഫായി. നിന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അള്ളാഹു 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്, 2 കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഖുർആനിന്റെ പരിഭാഷക്കുള്ളവർ അല്ലെങ്കിൽ ഉസ്താദന്മാർ ചോദിച്ചു നോക്കണം, ഖുർആനിൽ പഠിക്കണമല്ലോ. ആ ചരിത്രം 2 കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ തൻ്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചുപോയി.
അപ്പൊ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് പറയുന്നു, നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നിനക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നീ ഒരേ ഒരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് വാചകം അത്? മാഷാ അല്ലാഹ് പറയടോ. മാഷാ അല്ലാഹ് ഓട്ടോയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ലത്. ചില കൊട്ടാരം പണിയുമ്പോൾ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാന്ന്. അല്ല പൊന്നാരി ചങ്ങാതി, അങ്ങനെ എഴുതി വെക്കാനുള്ളതല്ല. മാഷാ അല്ലാ എന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യമാണ്. ചിലരൊക്കെ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ എഴുതും. ഇതിലുമാകട്ടെ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്ർ നിങ്ങൾ നിത്യമാക്കുക. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ നിലനിന്ന് കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി, പടച്ചവനിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഒരുപാട് ഖത്തം തീർത്തവരുണ്ടോ? ഒരുപാട് ഖത്തം തീർത്തവരുണ്ടോ? ഉസ്താദേ, ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തമാണ്, മാസത്തിൽ ഒരു ഖത്തമാണ്. പടച്ചവനെ, നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്നവരാണ് ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ വെറുതെ പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഒരു പേജ് വെറുതെ ഓതിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധത്തോടെ വേണം പാരായണം ചെയ്യാൻ. ഞാൻ ഓതുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. നിബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന നമ്മുടെ വീടുകളുടെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആരാ ഖുർആൻ ഓതുന്ന സമയത്ത് പടച്ചവനെ അർത്ഥം ചിന്തിക്കുന്നതാരാ? പാപ്പാ, നിനക്ക് അർത്ഥം അറിയില്ലെങ്കിലും ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന് നിനക്കറിയുമല്ലോ. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണെന്ന് നിനക്കറിയുമല്ലോ. അതൊന്നുമില്ലാതെ തൊടാൻ പാടില്ലല്ലോ. അത് അതോടെ കൂടെ വേണം പാരായണം ചെയ്യാറ്. അത് ഖിബലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാറ്. അതിന്റെ ഇടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസുകൾ പറയുമ്പോ, നീ ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധം പോലും നമ്മളിൽ പലർക്കും ഇല്ലാതെ പോവുകയാ. നമ്മൾ കേൾക്കുമ്പോ നിസാരമാക്കുകയാ, നമ്മൾ പാരായണം ചെയ്യുമ്പോ നിസാരമാക്കുകയാ. ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുന്നു, ഖുർആനാ വാപ്പാ, പെങ്ങളെ, ഖുർആനാ മോള്, വല്ലാതെ സൂക്ഷിക്കണം മോള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നീ വല്ലാതെ പേടിക്കണം. കളിക്കല്ലേ പെങ്ങള്. ഓതിയില്ലെങ്കിൽ ഓതിയില്ലെന്നേ ഉള്ളു പെങ്ങള്. നീ അതിനെ കളിയാക്കല്ല്, നീ അതിനെ പരിഹസിക്കല്ല്, അതിനെ നീ നിസാരമാക്കല്ല്, കയ്യിൽ വെച്ചുകൊണ്ട് കഥ പറയല്ലേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ നീ പരിഗണിക്കാതെ വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. നമ്മൾ പലരെയും കാണുമ്പോ ചോദിക്കാറുണ്ടല്ലോ, ഇവനെന്തേ ഇങ്ങനെയായി പോയത്? കള്ള് കുടിക്കുന്നില്ലേ, വ്യഭിചരിക്കുന്നില്ലേ, പലിശ തിന്നുന്നില്ലേ? സ്വന്തം മക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളെ കാണാറുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്ന മക്കളെ കാണാറുണ്ടല്ലോ, കൊലപാതകങ്ങൾ നടത്തുന്നവരെ കാണാറുണ്ടല്ലോ.
എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എത്ര വാഴ് കൽപ്പിച്ചു സഹോദരാ. കളിയാക്കുന്നടോ, പരിഹസിക്കുന്നടോ ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം ഞാനും നിങ്ങളും ഒന്ന് നോക്കടോ. ഈ ഉമ്മത്തിനെ പോലെ അഹങ്കാരം കാണിക്കുന്ന വേറെ ഏത് സമുദായമാ ലോകത്തുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിഹാസമാണ്. ഉസ്താദന്മാരെ കളിയാക്കുകയാ, ഉസ്താദന്മാരെ പരിഹസിക്കുകയാണ്, പള്ളിയിലെ ഇമാമുമാരെ പരിഹസിക്കുകയാണ്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അനുയായികൾ തന്നെ ചാനലിനകത്ത് കയറി ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുകയാണ്. ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഉസ്താദന്മാരെ ട്രോളുന്ന ചെറുപ്പക്കാരുടെ കാലമാ. ഇന്നത്തെ യുവതലമുറ വല്ലാത്തൊരവസ്ഥയിലാണോ. അവർക്ക് പരലോകത്തെ വിശ്വാസമില്ലടോ, അവർക്ക് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. കള്ളം, കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, എല്ലാവരും കള്ളിനെ കുറിച്ച് പറയുന്നു, കഞ്ചാവുകളെ കുറിച്ച് പറയുന്നു, ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്നു. പള്ളികളും മദ്രസകളും പോലും പടച്ചവനെ ലഹരിക്കെതിരായ ഉപയോഗത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും അതിന്റെ പുറകിൽ നടക്കുമ്പോ അതിനേക്കാളും വലിയ ഒരു നാശം നീ ഉമ്മത്തിനെ തേടി വന്നിരിക്കുകയോ. അതിനേക്കാളും വലിയ ഒരു നാശം നമ്മുടെ വീടുകളിൽ കടന്നു വന്നടോ. ആ നാശം ഏതെന്നറിയുമോ? നമ്മുടെ മക്കൾക്ക് ഇന്ന് പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. വിശ്വാസപരമായി നമ്മുടെ മക്കൾ ഒരുപാട് പിന്നോട്ടാ സഹോദരാ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നിന്റെ മക്കൾക്ക് വിശ്വാസമുണ്ടോ? നരകത്തെ കുറിച്ച് വിശ്വാസമുണ്ടോ? സ്വർഗത്തെ കുറിച്ച് വിശ്വാസമുണ്ടോ? ഓരോ വാഴും കേട്ട് ഫർദയും ഹിജാബും പിടിച്ച് കയ്യിലെ തസ്ബീഹും പിടിച്ച് നടന്നാ മാത്രം പോരാ പെങ്ങള്. മക്കളെ കുറിച്ച് പഠിക്കണം സഹോദരിമാര്. ഞാൻ നിങ്ങളെ വെറുതെ കളിയാക്കിയതല്ല, ഞാൻ നിസാരമായി പറഞ്ഞതല്ല. ഈ വാഴ കേൾക്കാമെന്നിരിക്കുന്ന താടിയുള്ള തഴമ്പുള്ള ഹജ്ജ് ചെയ്താ നിസ്കരിക്കുന്ന ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മയോട് ചോദിക്കട്ടെ, ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ചു നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, നിന്റെ മക്കളെ വിളിച്ചെടുത്തിരുത്തുകയാണ്. എന്നിട്ട് നീ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. മക്കളെ, സ്വർഗത്തെ കുറിച്ച് ഉമ്മ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, രോഗമില്ല, കഷ്ടപ്പാടില്ല. അവിടെ സന്തോഷമാ സഹോദരാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഉറക്കമിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും +1നും +2നും പഠിക്കുന്ന മക്കള് വിളിച്ചിരുത്തിയിട്ട് ഉമ്മ നബി തങ്ങളുടെ ഹദീസ് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാ. മോനെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ലശജറ, സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്, സ്വർഗ്ഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്. പ്രത്യേകതയുള്ള മരമൊന്നുമല്ലടോ, സാധാരണ ഒരു തണൽ വൃക്ഷത്തെ കുറിച്ച് നബി തങ്ങൾ പറയുകയാണ്. ആ സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് വാഹനപ്പുറത്തു സഞ്ചരിക്കുകയാ.